ചോദിക്കട്ടെ, മാക്സിമം എല്ലാവർക്കും ഇത് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ചോദിക്കുകയാണ്. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എല്ലാം ഒരു എന്താണ് ഇത് റെക്കോർഡിംഗ് ക്ലാസ് ആയിട്ട് മതിയോ, ആൻഡ് തിയറി ഇത് ലൈവ് ആയിട്ട് മതിയോ? ചോദിക്കേണ്ട സമയമാണത്. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എല്ലാം റെക്കോർഡിംഗ് ക്ലാസ് ആയിട്ടും ആൻഡ് തിയറി ക്ലാസ്സും ലൈവ് ആയിട്ട് മതിയോ? ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഒരു ദിവസം ഇത് ലൈവ് ക്ലാസ്സും. ഒരേ ദിവസം രണ്ട് കാര്യം. ഒരേ ദിവസം രാവിലെ ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ റെക്കോർഡിംഗ് കിട്ടും, അതേ ദിവസം രാത്രി ലൈവ് ക്ലാസ്സും കിട്ടും. മതിയല്ലോ? കാരണം ഒരു ദിവസം രണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ലല്ലോ. ഒരു ദിവസം രണ്ട് ക്ലാസ് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സൺഡേ എടുക്കാം, കുഴപ്പമില്ല. ഒരു ദിവസം രണ്ട് ക്ലാസ് ലൈവായിട്ട് നിങ്ങളെ കൊണ്ടായിട്ട് സമയം കിട്ടത്തില്ല. സോ ഒരേ ദിവസം എന്താണ് രാവിലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ലൈവായിട്ട് വേണ്ട, റെക്കോർഡിംഗ് ആയിട്ട് തരാം, പക്ഷെ ക്ലാസ് ലൈവായിട്ട് രാത്രി തരാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാലോ? വേണോ? അങ്ങനെ വേണോ? അതൊരു ലൈവ് വേണോ? എല്ലാം ലൈവ് വേണോ? പറഞ്ഞു മതി. യെസ്, വേണം. പാസ്സാവും എന്ന് പറയാൻ കാരണം പാസ്സാവില്ലേ? സോ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച എന്താ? സ്റ്റേജസ് ഓഫ് ഇന്റർവ്യൂ പഠിച്ചില്ലേ? സ്റ്റേജസ് ഓഫ് ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം പഠിച്ചില്ലേ? ഏത് പഠിച്ചു? ഇത് പ്രിപ്പറേറ്ററി സ്റ്റേജ് പഠിച്ചു. കഴിഞ്ഞ ദിവസം സ്റ്റേജസ് ഓഫ് ഇന്റർവ്യൂ ഇൻ ദ നഴ്സിംഗ് പ്രോസസ്സിനകത്ത് ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് എന്താണ് സ്റ്റേജസ് ഓഫ് ഇന്റർവ്യൂ പഠിച്ചു. ഓർമ്മയുണ്ടോ? ഇൻ ദ പ്രിപ്പറേറ്ററി സ്റ്റേജ് പഠിച്ചു. പേര് പറയുമ്പോൾ സംഭവം എന്താണ് പേഷ്യന്റ് എടുത്ത് പോകുമ്പോൾ ആ റൂമിൽ നല്ല വെന്റിലേഷൻ വേണ്ടേ? പേഷ്യന്റ് എടുത്ത് പോകുമ്പോൾ ആ റൂമിൽ അവിടെ നല്ല വെന്റിലേഷൻ വേണ്ടേ? നല്ല ലൈറ്റ് വേണ്ടേ? ആ സമയത്ത് ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ആർട്ടിക്കിൾ വേണം. ആർട്ടിക്കിൾസ് വേണം. പേന പേപ്പർ വേണ്ടേ? പേന പേപ്പർ എല്ലാം വേണ്ടേ? സോ ദ പ്രിപ്പറേറ്ററി സ്റ്റേജിൽ പേഷ്യന്റ് എടുത്ത് പോകുന്ന സമയത്ത് പേഷ്യന്റ് റൂം നല്ല വെന്റിലേറ്റർ ആയിരിക്കണം. ആർട്ടിക്കിൾസ് എല്ലാം കയ്യിൽ വേണം. സെക്കൻഡ് എന്താ? സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഇന്റർവ്യൂ എന്താ? സ്റ്റഡി നോട്ട് വായിച്ചല്ലേ? സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഇന്റർവ്യൂ എന്താ? ഓറിയന്റേഷൻ ഫേസ് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ആണോ? സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഇന്റർവ്യൂ വിളിക്കുന്ന പേരെന്താ? ചോദ്യം വരും, പ്രീവിയസ് ചോദ്യമാണ്. ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഇന്റർവ്യൂവിനെ വിളിക്കുന്ന പേരെന്താ? ദ നഴ്സിംഗ് പ്രോസസ്സിനകത്ത് ഇന്റർവ്യൂവിനകത്ത് സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഇന്റർവ്യൂവിനെ വിളിക്കുന്ന പേരെന്താ? ഓറിയന്റേഷൻ സ്റ്റേജ് അല്ലേ? അല്ലെങ്കിൽ ഇൻട്രൊഡക്ടറി ഫേസ് എന്ന് വിളിക്കാൻ മറക്കരുത്. ഇതല്ലേ എപ്പോഴും ഫസ്റ്റ് ഫേസ് എന്ന് കരുതുന്നത്. ഇത് ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഇൻട്രൊഡക്ടറി ഫേസിൽ എപ്പോഴും നിങ്ങൾ ഫസ്റ്റ് ഫേസ് എന്ന് കരുതുന്നത് ശരിയല്ലേ? ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഫസ്റ്റ് ഫേസ് എന്താ? ഓറിയന്റേഷൻ അല്ലേ? ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഫസ്റ്റ് ഫേസ് ഏതാ? ഓറിയന്റേഷൻ അല്ലേ? പക്ഷെ എപ്പോഴും ഓറിയന്റേഷൻ എത്രാമത്തെ ഫേസാ? ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഓറിയന്റേഷൻ എപ്പോഴും എത്രാമത്തെ ഫേസാ? സെക്കൻഡ് ഫേസാണ്. സെക്കൻഡ് അല്ലേ? അറിയാമോ കാര്യം? നമ്മൾ ഒരു പേഷ്യന്റ് എടുത്തുന്ന നഴ്സിംഗ് പ്രോസസ്സിൽ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഓറിയന്റേഷൻ ഫേസ് എത്രാമത്തെ ഫേസ് ആണ്? സെക്കൻഡ് ഫേസ് ആണ്. പക്ഷെ ഫസ്റ്റ് ഫേസ് എന്താ? ദ പ്രിപ്പറേഷൻ ഫേസ്. ദ പ്രിപ്പറേറ്ററി ഫേസ് പറയുമ്പോൾ റൂമിൽ അടുക്കി വെച്ചിട്ട് വെട്ടവും വെളിച്ചവും വേണമെന്ന് മലയാളത്തിൽ പറയാറില്ലേടേ? എപ്പോഴും നിങ്ങൾ പച്ച മലയാളത്തിൽ വാക്ക് പറയാറുണ്ട്. വെട്ടവും വെളിച്ചവും വേണമല്ലേ? ആ റൂമിൽ വെട്ടം വേണം, വെളിച്ചം വേണം, അത്യാവശ്യമുള്ള ആർട്ടിക്കിൾസ്, പേന പേപ്പർ എല്ലാം കയ്യിൽ വേണ്ടേ? ഒരാളെ ഇന്റർവ്യൂ ചെയ്യാൻ പോകുമ്പോൾ പ്രിപ്പറേറ്ററി ഫേസിൽ ആ ഒരു റൂമിനകത്ത് കയറി ചെല്ലുമ്പോൾ റൂമിൽ വെട്ടവും വെളിച്ചവും വേണം. അതുപോലെ തന്നെ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന ആളുടെ കയ്യിൽ പേനയും പേപ്പറും എല്ലാം വേണ്ടേ? അത് പ്രിപ്പറേറ്ററി ആയി. സെക്കൻഡ് എന്താ? ഇൻട്രൊഡക്ടറി അല്ലെങ്കിൽ ഓറിയന്റേഷൻ എന്ന് പറയാൻ എന്താ? ക്ലയന്റുമായിട്ട് എപ്പോഴും നിങ്ങളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാറില്ലേ? എപ്പോഴും പേഷ്യന്റുമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാറുണ്ടെങ്കിലും നമ്മൾ പേഷ്യന്റ് എടുത്ത് പോയിട്ട് ആദ്യം നമ്മളെ തന്നെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാറില്ലേ? എന്റെ പേര് ഇതാണ്, ഞാൻ ഇന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ശരിയല്ലേ?
അല്ലേ? ഞാൻ ഇവിടെ വന്നൊരു പർപ്പസ് എന്താണ്, ഞാൻ വന്ന കാരണം ഇതാണ്. പേഷ്യനോട് എല്ലാം പറഞ്ഞു കൊടുക്കാറില്ലേ? പറയാറില്ലേ? ഈ പറഞ്ഞ ഇന്റർവ്യൂവിനോട് താങ്കൾ എന്നോട് സഹകരിക്കേണ്ട ആവശ്യം എന്താണ്? താങ്കൾ എന്നോട് സഹകരിക്കേണ്ട ആവശ്യം എന്താണ്? എപ്പോ എല്ലാം ഒരു റാപ്പോർട്ട് ബിൽഡ് ചെയ്യാറുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇപ്പൊ ക്ലയന്റുമായിട്ട് എന്താണ് ഒരു ഓറിയന്റേഷൻ പറയുമ്പോൾ സംസാരിച്ച് ഒരു റാപ്പോർട്ട് ബിൽഡിംഗ് ചെയ്യുന്നുണ്ടോ? ഓറിയന്റേഷൻ ഫേസിൽ ക്ലയന്റുമായിട്ട് പേഷ്യന്റുമായിട്ട് ഒരു റാപ്പോർട്ട് ബിൽഡ് ചെയ്യാറുണ്ടോ? അവിടെയാണ് ചോദ്യം. ഒരു നേഴ്സ് എന്ന് പറയുമ്പോൾ ആക്ച്വലി പരീക്ഷ ചോദിക്കുന്നത്, നമ്മൾ ചെല്ലുമ്പോൾ ഇന്ന ഡിപ്പാർട്ട്മെന്റ് പറയാറുണ്ടല്ലേ? പറയാറുണ്ടോ? ഒരു സാധാരണ ഒരു നോർമൽ ഒരു ഇന്റർവ്യൂ പോലെയാണോ അത് തെറാപ്പിയുടെ റോളാണോ? സാധാരണ നോർമൽ ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ പോലെയാണോ അത് ഒരു തെറാപ്യൂട്ടിക് റോളാണോ? നേഴ്സ് ചെയ്ത ചോദ്യം ഇതാണ്. ഇൻ ദ ഓറിയന്റേഷൻ ഫേസിൽ സ്റ്റാഫ് നേഴ്സ് ചെയ്യുന്ന റോള് നോർമൽ ഒരു ഇന്റർവ്യൂ റോളാണോ അതോ തെറാപ്യൂട്ടിക് റോളാണോ? ആ, ആർക്ക് പറയാം? നമ്മൾ ഹോസ്പിറ്റൽ പേഷ്യന്റ് സംസാരിക്കുന്നത് നോർമൽ ഒരു ഇന്റർവ്യൂ ലെവൽ സംസാരമാണോ അതോ തെറാപ്യൂട്ടിക് ലെവലാണോ? പറഞ്ഞു, ഉത്തരം പറഞ്ഞു. പ്രീവിയസ് ചോദ്യമാണ്, പ്രീവിയസ് ചോദ്യം ഏതാണ്? തെറാപ്യൂട്ടിക് റോളല്ലേ? തെറാപ്യൂട്ടിക് റോളല്ലേ? എന്താ സംഭവം? എന്താ ഏത് അർത്ഥം? എന്താണ് അർത്ഥം? എന്താ സംഭവം? എന്താ തെറാപ്യൂട്ടിക് റോൾ എന്ന് പറഞ്ഞാൽ എന്താ? എന്തായിരിക്കും? നമുക്ക് ഈ പറഞ്ഞ പേഷ്യന്റ് കയ്യിൽ നിന്നും അവിടെ കുറെ ഇൻഫർമേഷൻ കിട്ടാനുണ്ടോ? നമുക്ക് ചോദിച്ച് പേഷ്യന്റ് കയ്യിൽ നിന്ന് കുറെ ഇൻഫർമേഷൻ കിട്ടാനുണ്ടോ? നമുക്ക് പേഷ്യന്റ് ചോദിച്ച് കുറെ ഇൻഫർമേഷൻ കിട്ടാനുണ്ടോ? ഇൻഫർമേഷൻ കിട്ടാനുണ്ടോ? ഉണ്ട്. എന്തിനു വേണ്ടിയാ? നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ കൊണ്ട് പേഷ്യന്റെ ഇത് വെൽബീയിങ്ങിന് വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാൻ ഇൻഫർമേഷൻ വേണ്ടേ? പേഷ്യന്റ് അസുഖം മാറാൻ വേണ്ടി പേഷ്യന്റ് കയ്യിൽ നിന്ന് കുറെ ഇൻഫർമേഷൻ കിട്ടി മുന്നോട്ട് പോകണ്ടേ? സോ ഇൻട്രൊഡക്റ്റീവ് ഫേസിൽ അല്ലെങ്കിൽ ഓറിയന്റേഷൻ ഫേസിലാണ് നമ്മൾ എപ്പോഴും എന്താണ്, ഒരു നേഴ്സ് എപ്പോഴും തെറാപ്യൂട്ടിക് റോൾ മെയിൻറ്റെയിൻ ചെയ്ത് മറക്കരുത്. ഓറിയന്റേഷൻ ഫേസിൽ എപ്പോഴും അല്ലെങ്കിൽ ഇൻട്രൊഡക്ടറി ഫേസിൽ എപ്പോഴും ഒരു നേഴ്സ് തെറാപ്യൂട്ടിക് റോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയാണ്. പേഷ്യന്റ് കയ്യിൽ നിന്ന് പ്രീവിയസ് ഹിസ്റ്ററി ഡാറ്റ കിട്ടാറുണ്ട്, എല്ലാ പ്രസന്റ് ഹിസ്റ്ററി കിട്ടാറുണ്ട്, പല ഡേറ്റയും കളക്ട് ചെയ്യാൻ വേണ്ടി തെറാപ്യൂട്ടിക് റോൾ എപ്പോഴും നേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ? ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ? നിങ്ങളോട് ഒട്ടും കോർപ്പറേറ്റ് ചെയ്യാത്ത പേഷ്യനോട് സംസാരിച്ച് ഈ പറഞ്ഞ ഹിസ്റ്ററി കളക്ട് ചെയ്തിട്ടുണ്ടോ? നിങ്ങളടുത്ത് ഒട്ടും കോർപ്പറേറ്റ് ചെയ്യാത്ത ഒരു പേഷ്യന്റുമായിട്ട് സംസാരിച്ച് റാപ്പോർട്ട് ബിൽഡ് ചെയ്തുകൊണ്ട് പേഷ്യന്റ് ഹിസ്റ്ററി കളക്ട് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? ഒട്ടും കോർപ്പറേറ്റ് ചെയ്യാത്ത ഒരു പേഷ്യന്റ് അടുത്ത് സംസാരിച്ച് നല്ലൊരു റാപ്പോർട്ട് ബിൽഡ് ചെയ്തുകൊണ്ട് പേഷ്യന്റ് ഹിസ്റ്ററി കളക്ട് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? ഉണ്ടോ? ഉണ്ടോ? ഇല്ലേ? എവിടെ? ഹിസ്റ്ററി പോയിട്ട് പേര് പോലും ചോദിക്കില്ല അല്ലേ? ഹിസ്റ്ററി പോയിട്ട് പേര് ചോദിക്കില്ല, പക്ഷെ സമയത്തിന് ഇഞ്ചക്ഷൻ കൊടുക്കാറുണ്ട് അല്ലേ? സത്യമല്ലേ അത്? പേര് ഇഞ്ചക്ഷൻ സമയമാകുമ്പോ ആ ഫയൽ നോക്കും, പേര് രതീഷ്, ഇന്ന ഇഞ്ചക്ഷൻ കൊടുക്കണം. ശരിയല്ല അതല്ലേ? രതീഷാണ്, ഇന്ന ഇഞ്ചക്ഷൻ കൊടുക്കും. അല്ലാതെ പേഷ്യന്റ് അടുത്ത് പോയിട്ട് ആരെങ്കിലും പേര് വെച്ചിട്ടുണ്ടോ? പേഷ്യന്റ് അടുത്ത് പോയിട്ട് പേര് ചോദിച്ചിട്ടുണ്ടോ? വാർഡിൽ ഉണ്ടോ? എസ് അല്ലേ? എസ് അല്ലേ? ഉണ്ടോ? ഉണ്ട്. അപ്പൊ 2 വയസ്സായി, 2 വയസ്സായി. അത് 3 വയസ്സ് ഏതാ? തേർഡ് ഫേസ് ഏതാ? തേർഡ് ഫേസ് ഏതാ? വർക്കിംഗ് ഫേസ് അല്ലേ? തേർഡ് ഫേസ് ഏതാ? വർക്കിംഗ് ഫേസ്. തേർഡ് ഫേസ് ഏതാ? വർക്കിംഗ് ഫേസ് പറഞ്ഞ എന്താ? വർക്കിംഗ് ഫേസ് എന്ന് പറഞ്ഞ എന്താ? വർക്കിംഗ് ഫേസ് എന്ന് പറഞ്ഞ എന്താ? ഇവിടെ എന്ത് ഡേറ്റയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്? വർക്കിംഗ് ഫേസിൽ നമ്മൾ എന്ത് ഡേറ്റയാണ് കളക്ട് ചെയ്തത്? സബ്ജക്റ്റീവ് ആണോ ഒബ്ജക്റ്റീവ് ആണോ? ചോദ്യം ഇതാണ്. വർക്കിംഗ് ഫേസിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റ എന്താണ്? സബ്ജക്റ്റീവ് ആണോ ഒബ്ജക്റ്റീവ് ആണോ? സബ്ജക്റ്റീവ് അല്ലേ? പേഷ്യന്റ് പറയുന്ന ഇൻഫർമേഷൻ അല്ലേ?
വർക്കിംഗ് ഫേസിൽ എപ്പോഴും പേഷ്യന്റ് പറയുന്ന ഇൻഫർമേഷൻ എല്ലാം കളിക്കുന്ന ആലോചിച്ചുകൂടെ, തിങ്ക് ചെയ്തുകൂടെ? നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ എന്താണ് വർക്കിംഗ് ഫേസിൽ പേഷ്യന്റ് പറയുന്ന ഇൻഫർമേഷൻ കളിക്കുന്നത്? ശരിയല്ലേ? ശരിയല്ലേ? വർക്കിംഗ് ഫേസിൽ എപ്പോഴും പേഷ്യന്റ് പറയുന്ന ഇൻഫർമേഷനെ കളക്ട് ചെയ്ത്, ഞാൻ എപ്പോഴും പഠിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഇന്ന് ജീവിത അനുഭവങ്ങളെ കുറിച്ച് പറയുന്നത് നിങ്ങൾ എല്ലാവരും കടന്ന ഭാഗമാണ്. വർക്കിംഗ് ഫേസിൽ എപ്പോഴും പേഷ്യന്റ് ഇന്ന് ഡേറ്റയിൽ സബ്ജക്റ്റീവായിട്ട് പറയുന്നത്. ശരിയല്ലേ? ശരിയല്ലേ? ആ ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് ചോദ്യങ്ങളുണ്ടോ? ആ ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി വർക്കിംഗ് ഫേസിൽ ആ ഒരു ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിൽ കുറെ ചോദ്യങ്ങളുണ്ടോ? കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിൽ കുറെ ചോദ്യങ്ങളുണ്ടോ? ഫസ്റ്റ് നമ്മൾ പേര്, ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു. അല്ലാതെ ആദ്യം ഓടിച്ചാടി കയറി ഇത് പനിയാണോ ചോദിക്കോ? ആദ്യമേ ഓടിച്ചാടി കയറി പോയി നിങ്ങൾക്ക് പനിയാണോ ചോദിക്കോ? ഇല്ല. ആദ്യം ഇൻട്രോഡ്യൂസ് ചെയ്യുക അല്ലേ? ഇൻട്രോഡ്യൂസ് ചെയ്യുക. ഞാൻ ഇന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്, എന്റെ പേരാണ്. പറയില്ലേടേ? 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 അല്ലാതെ ഓടിപ്പോയി പനിയാണോ, വൊമിറ്റിംഗ് ആണോ, അപ്ഡോൺ പെയിൻ ആണോ ചോദിക്കുന്നേ. അപ്പൊ നോക്ക്, അപേക്ഷ നോക്ക്, ഇത് ആരാണ് വന്നത്? ഇന്നലെ കണ്ടില്ല, ഇന്ന് പെട്ടെന്ന് ആരാണ് പനി അല്ലേ? ഇന്നലെ ഞാൻ ഈ സിസ്റ്ററെ കണ്ടിട്ടില്ല, ഇന്ന് പെട്ടെന്ന് വന്ന് എന്റെ അടുത്ത് പനിയാണോ? മാലാഖ പോലെ ഇരിക്കുന്നത് അല്ലേ? കാണുമ്പോൾ കുറെ മേക്കപ്പ് ഒക്കെ ഇട്ട് മാലാഖ പോലെ ഉണ്ടോ? അങ്ങനെയാണോ അവിടെ? അങ്ങനെയാണോ? അങ്ങനെയാണോ എല്ലാരും? ആണോ? പറഞ്ഞേ. രാവിലെയൊക്കെ എന്താണ് കണ്ണ് തുറന്ന് കണ്ണ് ഈ പറഞ്ഞ ഉറക്കത്തിൽ എണീറ്റ് കുളിക്കാതെ പോകാനൊക്കെ ഉണ്ടോടെ? കുറെ മേക്കപ്പ് ഇട്ട് പോകാനൊക്കെ ഉണ്ടോ? ഉണ്ടോ ആരെങ്കിലും? രാവിലെ 7 മണിക്ക് ഡ്യൂട്ടി പോകുമ്പോ എന്താണെന്നറിയാമോ? 6:30 എണീറ്റ് ചാടി എണീറ്റ് ഉണ്ടോ ആരെങ്കിലും? പക്ഷേ 7 മണിക്ക് പോകുമ്പോഴേ പേഷ്യന്റ് മാലാഖിപ്പോൾ തോന്നോടെ? പേഷ്യന്റ് മാലാഖിപ്പോൾ തോന്നും. 7 മണിക്ക് എത്തുന്ന സമയത്ത് 6:30 എണീറ്റാലും 6:30 മണിക്ക് എഴുന്നേറ്റാലും 7 മണിക്ക് പേഷ്യന്റ് മാലാഖിപ്പോൾ തോന്നും. തോന്നിപ്പിക്കും അല്ലേ? തോന്നിപ്പിക്കും. ഇവരുടെ ബാഗിനകത്ത് കുറെ മേക്കപ്പ് ഐറ്റം ഉണ്ടോ? ഇവിടെ ബാഗിനകത്ത് കുറെ മേക്കപ്പ് ഐറ്റം ഉണ്ടോ? 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 6:30 ഇവിടെ നിന്ന് ഇറങ്ങിയാലും 7 മണിക്ക് എത്തുമ്പോൾ ആ പേഷ്യന്റ് മാലാഖിപ്പോൾ തോന്നി. പേഷ്യന്റ് എല്ലാം ഇൻട്രോഡക്ടറി ഫേസിൽ പറഞ്ഞ കാര്യവും വർക്കിംഗ് ഫേസിലെ കാര്യം പറഞ്ഞാലും പറയില്ലടേ? പറയും. ചോദിക്കട്ടെ, ഇത് വർക്കിംഗ് ഫേസിൽ നമ്മൾ അവിടെ എന്ത് തരം ചോദ്യമാണ് ചോദിക്കുന്നത്? അതാണ് കേരള PC എക്സാമിൽ ചോദ്യം വരുന്നത്. നമ്മൾ സബ്ജക്റ്റീവ് ഡേറ്റയുമായി ബന്ധപ്പെട്ട് കുറെ ഇൻഫർമേഷൻ ചോദിക്കൂ എന്ന് പറഞ്ഞില്ലേ? നമ്മൾ സബ്ജക്റ്റീവ് ഡേറ്റയുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ഫേസിൽ കുറെ ചോദ്യങ്ങൾ ചോദിക്കും, കുറെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. അവിടെയാണ് കേരള PC എക്സാം ചോദ്യം വരുന്നത്. വർക്കിംഗ് ഫേസിൽ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? 2 ടൈപ്പ് ചോദ്യമുണ്ട്. എപ്പോഴും വർക്കിംഗ് ഫേസിനകത്ത് 2 ടൈപ്പ് ചോദ്യമുണ്ട്. ഏതൊക്കെയാണെങ്കിൽ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസും ആൻഡ് ക്ലോസ്ഡ് എൻഡ്. വർക്കിംഗ് ഫേസിനകത്ത് പ്രധാനമായിട്ടും 2 ടൈപ്സ് ഓഫ് ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഏതൊക്കെയാ? ഒന്ന് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസും, രണ്ടേതാ ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസും. സോ വർക്കിംഗ് ഫേസിനകത്ത് വരുന്ന ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തായിരിക്കും? പറഞ്ഞേ. ഇത് ചോദ്യമാണ്, പ്രീവിയസ് ചോദ്യമാണ്. ഈ പറഞ്ഞ വർക്കിംഗ് ഫേസിലെ വർക്കിംഗ് ഫേസിന്റെ അകത്ത് എത്ര ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്? ഓപ്പൺ ഉണ്ട്, ക്ലോസ് ഇല്ലേ? ഓപ്പൺ ക്ലോസ്. എന്താ ഓപ്പൺ? എന്താ ഓപ്പൺ? ഓപ്പൺ എന്ന് പറഞ്ഞ എന്താ? രാവിലെ പോയിട്ട് നീ ചായ കുടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചായ കുടിച്ചു എന്ന് പറയുന്നതാണ് ഓപ്പണിന്റെ അടിച്ച് പറയുക. രാവിലെ 7 മണിക്ക് പോയിട്ട് ആ ഒരു മേക്കപ്പ് ഇട്ടിട്ട് നീ ചായ കുടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ചായ കുടിച്ചു എന്ന് പറയുന്നതാണ് ഓപ്പൺ എൻഡഡ്. ആണോ? 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 അല്ല, പിന്നെന്താ? പിന്നെന്താ? രാവിലെ പോയിട്ട്
രാവിലെ പോയിട്ട് ചായ കുടിച്ചോ? ചോദിക്കാറുണ്ടോ? രാവിലെ പോയിട്ട് ചായ കുടിച്ച് ചോദിക്കുന്നുണ്ടോ? രാവിലെ പോയിട്ട് ഫുഡ് കഴിച്ചോ? ചായ കുടിച്ചോ? ചായ കുടിച്ചു തന്നെ? കുടിച്ചോ രാവിലെ? കുടിച്ച് ചോദിക്കാറുണ്ടോ? ഉണ്ടോ? പറയാടെ. ഉണ്ടോ? പറഞ്ഞു ചോദിക്കാറുണ്ടോ ആരെങ്കിലും? രാവിലെ പോയിട്ട് ഫുഡ് കഴിച്ചു. ഉണ്ടല്ലേ. അപ്പം ശ്രദ്ധിക്കട്ടെ, വർക്കിംഗ് ഫേസിൽ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാം. വർക്കിംഗ് ഫേസിൽ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓപ്പൺ എൻഡഡ് ഉണ്ട്, ക്ലോസ്ഡ് ഉണ്ട്. എന്താണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യന്റിന് അത് എലാബറേറ്റ് ചെയ്യാനുള്ള സംഭവം ഇവിടെ ഉണ്ടോ? ഡീറ്റെയിൽ ആയി എന്ന് ആരോ പറഞ്ഞു. ഈ പറഞ്ഞ എന്താ ലീന ചോദിച്ചു, ഡീറ്റെയിൽ ചോദിച്ചു. ഇത് ഡീറ്റെയിലിന്റെ മറ്റൊരു വാക്കല്ലേ ഇലാബറേറ്റ്. അല്ലെ? ഇലാബറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഫീലിങ്സ്, അയാൾക്ക് തോന്നിയെല്ലാം സംസാരിക്കാൻ കഴിയുന്നല്ലേ? അയാൾക്ക് പറയുന്ന ഉത്തരമെല്ലാം കഴിയുന്ന നമ്മൾ ചോദ്യം ചോദിക്കണ്ടേ? അയാൾക്ക് കഴിയുന്ന രീതിയിലെല്ലാം ഉത്തരം ചോദിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം അല്ലെ? അയാൾക്ക് പറയാൻ കഴിയുന്ന എല്ലാ രീതിയിലും ഇലാബറേറ്റ് ചെയ്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കഴിയുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ഏതാ? ഓപ്പൺ എൻഡഡ് അല്ലേ? അയാളുടെ ഫീലിങ്സ്, അയാളുടെ തോട്ട്സ് എല്ലാം ക്ലാരിഫൈ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് ഇലാബറേറ്റ് ചെയ്താൻ കഴിയുന്ന ക്വസ്റ്റ്യൻ ഏതാ? ഓപ്പൺ എൻഡഡ് എന്ന് പറയും. ചോദിക്കട്ടെ, ആരെങ്കിലും ഇത്രയും കേൾക്കാൻ നിൽക്കാറുണ്ടോ? രാവിലെ 7 മണിക്ക് പോയിട്ട് ഒരിടത്ത് പോയിട്ട് അയാൾ പറയുന്ന കാര്യമെല്ലാം താണിയിൽ കൈവച്ചുകൊണ്ട് നിന്നുകൊണ്ട് നീ പറ, കേൾക്കട്ടെ. ഇലാബറേറ്റ് ചെയ്ത് ക്ലാരിഫൈ ചെയ്ത് അയാളുടെ ഫീലിങ്സ്, തോട്ട്സ്, അയാൾക്ക് രാവിലെ തോന്നുന്ന ഫീലിങ്സും തോട്ട്സും കേൾക്കാൻ നിൽക്കൂ? നീ നിൽക്കും. രാവിലെ പോട്ടെ, 7 മണിക്ക് പോട്ടെ, ഉള്ള മേക്കപ്പിന്റെ കൂടെ കൈയും വെച്ചിട്ട് നിൽക്കിങ്ങനെ രാവിലെ ഉറക്കം ആടി നിൽക്കും. അയാളുടെ ഫീലിങ്സ് ക്ലാരിഫൈ ചെയ്യുമ്പോൾ നിൽക്കൂടെ? പക്ഷെ പഠിക്കുമ്പോൾ പഠിക്കണം. ഒരു പേഷ്യന്റെ ഈ പറഞ്ഞ എന്താ ഫീലിങ്സ് അത് ഇലാബറേറ്റ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും ക്ലാരിഫൈ ചെയ്യാനും എന്താണ് ഈ ഒരു അവസരം? എവിടെയുള്ള ക്വസ്റ്റ്യനാ? ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ അല്ലേ? സോ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ അയാളുടെ ഫീലിങ്സും അയാളുടെ എന്താണ് ഈ പറഞ്ഞ മനസ്സും തോട്ട്സും ഫീലിങ്സ് എല്ലാം എലാബറേറ്റ് സിറ്റുവേഷനോടെ ഓപ്പൺ എൻഡഡ് ചോദ്യത്തിലാണ്. അപ്പൊ ചോദ്യങ്ങൾ സൂക്ഷിച്ച് ചോദിക്കുക. ഓപ്പൺ എൻഡഡ് പേഷ്യന്റ് എപ്പോഴും വളരെ ഡീറ്റെയിൽ ആയിട്ട് ആൻസർ തരാറില്ലേ? നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരേ ഒരു കാര്യം, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റിനകത്ത് പേഷ്യന്റ് എന്ത് ചെയ്യുന്നു? ഒരു ചോദ്യം ഉത്തരം വലുതായിരിക്കത്തില്ലേ? ചോദ്യം ചെറുതായാലും ഉത്തരം വലുതാകുന്ന എവിടെയാ? ഓപ്പൺ എൻഡഡ് അല്ലേ? എവിടെ ഒരു പർട്ടിക്കുലർ ഉത്തരം മാത്രമാണ് തരുന്നത്? ഇവിടെ ഒരു പർട്ടിക്കുലർ ഉത്തരം മാത്രമല്ല. നീ ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ചാൽ ഫുഡ് കഴിച്ചെന്ന് മാത്രമല്ല, എന്താണ് ഫുഡ്? ഫുഡിന്റെ അകത്ത് ഇന്നതുണ്ടായിരുന്നു, അതാണ് കഴിച്ചത്. ചായ കുടിച്ചപ്പോൾ മധുരമില്ല, അതുകൊണ്ട് ഞാൻ കുടിച്ചില്ല. പിന്നെ മനുഷ്യൻ കാപ്പി കുടിച്ചു. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അവൻ പോവും. വേണോ? ചോദ്യം വീണ്ടും വരും. ഓപ്പൺ എൻഡഡ് എന്ന് പറയുമ്പോൾ അതൊരു ഇത് ഡയറക്റ്റീവ് ക്വസ്റ്റ്യനിങ് ആണോ ഓർ ദ നോൺ ഡയറക്റ്റീവ് ഇന്റർവ്യൂ ആണോ? ഓപ്പൺ എൻഡഡ് എന്ന് പറയുമ്പോൾ ഒരു ഡയറക്റ്റീവ് ഇന്റർവ്യൂ ആണോ നോൺ ഡയറക്റ്റീവ് ആണോ? ആർക്ക് പറയാം? ഇത് നോൺ ഡയറക്റ്റീവ് അല്ലേ? നോൺ ഡയറക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിനോട് അവിടെ ക്ലോസ്ഡ് ആയിട്ടുള്ള ആൻസർ അല്ലാതെ ഉത്തരം തന്നാൽ എന്തായിരിക്കും? നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിനോട് ആ ആൻസർ അല്ലാതെ ഉത്തരം എന്തായിരിക്കും? ഓപ്പൺ എൻഡഡ് അല്ലേ? ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രമല്ല അവർ ഇഷ്ടമുള്ള എല്ലാ ഉത്തരം തന്നാലും ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആയി ഒരു കാര്യവും അതുമായി ബന്ധപ്പെട്ട എല്ലാം ക്ലിയർ ആയി. യെസ്. സെക്കൻഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഏതാ? ദ ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻ. ഞാനൊരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോന്ന് എനിക്ക് അറിയില്ല. ഇപ്പൊ ഈ പറഞ്ഞ വരുന്ന മാസം ഞാൻ ഒരു ദിവസം ഇന്റെ ഫുൾ ഡേ ഇരുന്ന് ഞാൻ പഠിപ്പിക്കും. അടുത്ത മാസം ഞാൻ ഒരു ദിവസം, ഒരു സൺഡേ, മിക്കവാറും സൺഡേ ആയിരിക്കും, ഒരു ദിവസം രാവിലെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും.
ആർക്കും താല്പര്യമുണ്ടോ? ഈവൻ എന്ത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരിക്കും, താല്പര്യമുള്ളവർ അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുക. നിങ്ങൾ എല്ലാവരും ഇന്റർനെറ്റ് അത് ഈ പറഞ്ഞ 1 GB ആയിരിക്കാം, അത് 1.5 GB ആയിരിക്കാം. നേരത്തെ ഡേറ്റ് പറയാം. അതിന്റെ സമയം അനുസരിച്ച് ഒരു ദിവസം ഫുൾ അങ്ങിരിക്കും. ഇപ്പൊ ക്വസ്റ്റ്യൻ, കാരണം ഇത് JPH എക്സാം ചെയ്യും. എക്സാം പോകുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഇരിക്കാൻ പോയി കുറച്ച് ദിവസത്തേക്ക്. ഓക്കെ, ആർക്ക് വേണ്ടി ഇന്ന് കമ്മ്യൂണിറ്റിയും ബന്ധപ്പെട്ട് കുറെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. നേരത്തെ ഞാൻ മുൻകൂട്ടി സമയം പറയും കേട്ടോ, ഓക്കെ. യെസ്. സോ ഇത് ഓപ്പൺ കിട്ടിക്കഴിഞ്ഞാൽ ക്ലോസ്ഡ് എൻഡ് എന്താ? ക്ലോസ്ഡ് എൻഡ് എന്താ പറഞ്ഞാൽ അവിടെ ചോദ്യങ്ങൾ റെസ്ട്രിക്റ്റീവ് ഫോം അല്ലേ? ചോദ്യങ്ങൾ എപ്പോഴും കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ടോ? ക്ലോസ്ഡ് എൻഡ് ക്വസ്റ്റ്യൻസിനകത്ത് ക്വസ്റ്റ്യൻ എപ്പോഴും റെസ്ട്രിക്ഷൻ ഉണ്ടോ? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യം എപ്പോഴും യെസ് ഓർ നോ ടൈപ്പ് പറയാമോ? എപ്പോഴും ചോദ്യം യെസ് ഓർ നോ ടൈപ്പ്, യെസ് അല്ലെങ്കിൽ നോ എന്ന് ഉത്തരം പറയാൻ കഴിയുന്ന ക്വസ്റ്റ്യനിങ്ങിനെ പറയുന്ന പേരെന്താ? യെസ് അല്ലെങ്കിൽ നോ ഉത്തരം പറയാൻ കഴിയുന്ന ക്വസ്റ്റ്യനിങ്ങിനെ പറയുന്ന പേരെന്താ? ക്ലോസ്ഡ് എൻഡ് ക്വസ്റ്റ്യൻ. നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ പേഷ്യന്റ് യെസ് അല്ലെങ്കിൽ നോ മാത്രം പറഞ്ഞാൽ മതി. അത് ഏത് ഇന്റർവ്യൂവുമായിട്ട് അസോസിയേറ്റ് ആണ്? ഡയറക്റ്റീവ് ഓർ നോൺ ഡയറക്റ്റീവ്? യെസ് ഓർ നോ മാത്രം പറഞ്ഞാൽ മതി എന്നൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അസോസിയേറ്റ് വിത്ത് എന്ത് പറ്റാ? ഡയറക്റ്റീവ് ഇന്റർവ്യൂ അല്ലേ? സോ ദ ക്ലോസ്ഡ് എൻഡ് എപ്പോഴും ഡയറക്റ്റീവും ആൻഡ് ഓപ്പൺ എൻഡ് എന്തായിരിക്കൂടെ? ഓപ്പൺ എൻഡഡ് എന്താ? നോൺ ഡയറക്റ്റീവ് അല്ലേ? വ്യത്യാസം മനസ്സിലായോ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആയ ക്ലോസ്ഡ് എന്ന് പറയുന്നത് എവിടെയാ? ഡയറക്റ്റീവ് ഇന്റർവ്യൂവിനകത്തും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ എവിടെ വരും? നോൺ ഡയറക്റ്റീവ് അല്ലേ? വ്യത്യാസം എല്ലാവർക്കും മനസ്സിലായോ? ഇതാണ് ചോദ്യം. ക്ലിയർ ആയോ? ഇത് പ്രീവിയസ് ചോദ്യം എന്താന്ന്, ഇത് യെസ് ഓർ നോ എന്ന് മാത്രം പറഞ്ഞാൽ അത് ഏത് ഇന്റർവ്യൂവുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ്? ഇതാണ് ചോദ്യം. യെസ് ഓർ നോ മാത്രം പറഞ്ഞാൽ അത് ഏത് ഇന്റർവ്യൂവുമായിട്ട് അസോസിയേറ്റ് ആണ്? ക്ലോസ്ഡ് അല്ലേ? വീണ്ടും ചോദ്യം, ദ ക്ലോസ്ഡ് ഇന്റർവ്യൂ ഈസ് അസോസിയേറ്റ് വിത്ത് ദ ഡയറക്റ്റീവ് ആണോ നോൺ ഡയറക്റ്റീവ് ആണോ? വീണ്ടും ചോദ്യം, ദ ക്ലോസ്ഡ് എൻഡ് ക്വസ്റ്റ്യൻ ഈസ് അസോസിയേറ്റ് വിത്ത് ഡയറക്റ്റീവ് ഓർ നോൺ ഡയറക്റ്റീവ്? ഡയറക്റ്റീവ്. അപ്പോൾ ചോദിക്കട്ടെ, ആസ് എ സ്റ്റാഫ് നഴ്സ് നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ക്ലോസ്ഡ് എൻഡ് ആണോ ഓർ ഓപ്പൺ ആണോ? ആസ് എ സ്റ്റാഫ് നഴ്സ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഇതിൽ ഏതാ? ആസ് എ സ്റ്റാഫ് നഴ്സ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? നേഴ്സ് ആൾവേസ് യൂസ് ചെയ്യുന്ന ഓപ്പൺ എൻഡ് അല്ലേ? ഒരു സ്റ്റാഫ് നഴ്സ് എപ്പോഴും യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്താ? ഓപ്പൺ എൻഡ് ആണല്ലേ? ഓപ്പൺ ഇന്റർവ്യൂ പ്ലാൻ ചെയ്യുമ്പോൾ എപ്പോഴും ഇപ്പൊ എന്താ കാരണം എന്താ ഞാൻ ഓപ്പൺ എന്ന് പറയാൻ കാരണം എന്താ? നമുക്ക് ക്ലയന്റിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യണ്ടേ? ആ സമയത്ത് ഇതിന്റെ ക്ലോസിൽ പോയിട്ട് യെസ് ഓർ നോ കിട്ടുമോ? ക്ലോസിൽ പോയിട്ട് യെസ് ഓർ നോ മാത്രം ചോദിച്ചാൽ ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും? ഇല്ല, ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും ഒരു ക്ലയന്റ് അടുത്ത് പോകുമ്പോൾ സ്റ്റാഫ് നേഴ്സ് എപ്പോഴും യൂസ് ചെയ്യുന്ന ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഓപ്പൺ എൻഡഡ്. കാരണം ഓപ്പൺ എൻഡ് എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം നിറയെ ഉത്തരം കിട്ടത്തില്ലേ? അല്ലെ? ക്ലയന്റിൽ നിന്ന് മാക്സിമം ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി എപ്പോഴും സ്റ്റാഫ് നേഴ്സ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആണ് കിട്ടുന്നത്. ഇനി ഒരു ടൈപ്പ് ഉണ്ട്. എവിടെയെങ്കിലും ഇത് ന്യൂട്രൽ ക്വസ്റ്റ്യൻ കണ്ടുണ്ടോ? ഓപ്പണും കണ്ടു, ക്ലോസ്ഡും കണ്ടു. എവിടെയെങ്കിലും ദ ന്യൂട്രൽ ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ എവിടെയെങ്കിലും? ഇല്ല. ചോദിക്കട്ടെ, എന്റെ ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കോട്ടെ. നിനക്ക് എങ്ങനെയാണ് പനി വന്നത് എന്നത് ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ ന്യൂട്രൽ ആണോ? നിനക്ക് എങ്ങനെയാണ് പനി വന്നത്? ഓപ്പൺ അല്ലേ? നിനക്ക് എങ്ങനെയാണ് പനി വന്നത് എന്നത്
ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ? ഓപ്പൺ അല്ലേ? അല്ലേ? നിന്റെ പനിയുടെ കാരണം എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഇവിടെ? പനിയുടെ കാരണം എന്ത്? ജലദോഷമാണോ ചോദിച്ചാൽ എന്തായിരിക്കും? ഓപ്പൺ ഓർ ക്ലോസ്ഡ്. പനിയുടെ കാരണം ജലദോഷമാണോ എന്ന് ഒറ്റ ചോദ്യം എന്തായിരിക്കും? പനിയുടെ കാരണം ജലദോഷമാണോ ചോദിച്ച് ക്ലോസ്ഡ് ആണോ? ക്ലോസ്ഡ്. അതേസമയം നിനക്ക് എന്ത് പറ്റി എന്നെന്തായിരിക്കും? ഒറ്റ ചോദ്യം, നിനക്ക് എന്ത് പറ്റി? ഇത് ന്യൂട്രൽ അല്ലേ? നിനക്ക് എന്ത് പറ്റി അല്ലേ? നിനക്ക് എന്ത് പറ്റിയെന്ന് മാത്രമേ ചോദിച്ചു. നിനക്ക് എന്ത് പറ്റി, അസുഖം ചോദിച്ചില്ല, നിനക്ക് എന്ത് പറ്റിയെന്ന് മാത്രം ചോദിച്ചാൽ എന്തായിരിക്കും? ആ ന്യൂട്രൽ അല്ലേ? നിനക്ക് എന്ത് പറ്റി എന്ന് മാത്രം ഒറ്റ വാക്കിൽ ഒതുക്കിയ ന്യൂട്രൽ ക്വസ്റ്റ്യൻ അല്ലേ? അവിടെ നിനക്ക് എന്ത് പറ്റിയെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചോദിച്ചില്ല. അത് ന്യൂട്രൽ ക്വസ്റ്റ്യൻ അല്ലേ? വളരെ ചുരുങ്ങിയ അവസ്ഥയിലുള്ള ന്യൂട്രൽ ക്വസ്റ്റ്യൻ. നിനക്ക് എന്ത് പറ്റി? ശരിയല്ലേ? 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 ഇനി നിനക്ക് പനി വന്ന കാരണം ചോദിച്ചാലോ? നിനക്ക് പനി വന്ന കാരണം ജലദോഷമാണോ തുമ്മലാണോ ചോദിച്ചെന്തായിരിക്കും ഇവിടെ? ഓപ്പൺ ക്ലോസ്ഡ് ആണ്. നിനക്ക് പനി വന്ന കാരണം ജലദോഷമാണോ തുമ്മലാണോ? ക്ലോസ്ഡ് അല്ലേ? ക്ലോസ്ഡ് അല്ലേ? ചോദിക്കട്ടെ, ചില സ്പെസിഫിക് ഇൻഫർമേഷൻ മാത്രം കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഏതാ? ചില സ്പെസിഫിക് ഉത്തരം കിട്ടാൻ വേണ്ടി മാത്രം ചെയ്ത ക്വസ്റ്റ്യൻ ഏത്? ക്ലോസ്ഡ് അല്ലേ? ക്ലോസ്ഡിലെ കിട്ടിയോ എല്ലാവർക്കും? ഓപ്പണും ക്ലോസ്ഡും കിട്ടിയോ? ഓപ്പണും ക്ലോസ്ഡും കിട്ടിയോ? യെസ്. അടുത്ത വരുന്ന കാര്യമാണ് ഇന്റർവ്യൂവിനകത്ത് ഇത് ബാക്ക് ചാനൽ എന്ന് പറയുന്നത് എന്താ? ദ ബാക്ക് ചാനൽ എന്താണ്? ദ ബാക്ക് ചാനൽ ഇതുവരെ ഇത് നഴ്സിംഗ് ക്ലോസിനകത്ത് എന്തേ പഠിച്ചു? ചോദിക്കട്ടെ, ഇതുവരെയായിട്ട് ഇന്ന് ഇൻസ്പെക്ഷൻ പാൽപേഷനെ പഠിച്ചോടെ? ഇൻസ്പെക്ഷൻ പാൽപേഷനെ പഠിച്ചു? പഠിച്ചോ? ഇല്ലല്ലോ. പഠിച്ചോ? ഇല്ല. അപ്പം എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ പഠിക്കുന്നത്? എന്ത് പഠിക്കുന്നത്? ചോദിക്കട്ടെ, എന്താ പഠിപ്പിക്കുന്നത്? ഇന്ന് ഇന്റർവ്യൂ ആണോ? അസസ്മെന്റ് ആണോ? അസസ്മെന്റ് ആണോ? ആർക്ക് പറയാം? ആർക്ക് പറയാം? നോക്കട്ടെ. പറഞ്ഞു കേട്ട് വെറുതെ ഇരിക്കുന്നു. അസസ്മെന്റ് ആണോ? അസസ്മെന്റ് ആണോ? ആണോ? ഇത് ഡേറ്റ കളക്ഷനകത്ത് ഒബ്സർവിങ് പഠിച്ചു, ഇന്റർവ്യൂയും പഠിച്ചു, ശരിയല്ലേ? ഡേറ്റ കളക്ഷനകത്ത് ഒബ്സർവിങ് പഠിച്ചു, ഇന്റർവ്യൂയും പഠിച്ചോ? ഡേറ്റ കളക്ഷനകത്ത് ഇത് ഒബ്സർവിങ് പഠിച്ചു, ഇന്റർവ്യൂയും പഠിച്ചോ? ഇന്റർവ്യൂയും പഠിച്ചോ? ഇന്റർവ്യൂയും പഠിച്ചോ? ഡേറ്റ കളക്ഷനകത്ത് ഒബ്സർവിങ്ങും ഇന്റർവ്യൂയും പഠിച്ചോ? ആലോചിച്ചുവാക്കുക. ഡേറ്റ കളക്ഷൻ ചാപ്റ്ററിനകത്ത് ഒബ്സർവേഷനും ഇന്റർവ്യൂയും പഠിച്ചോ? 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 ഡേറ്റ കളക്ഷനകത്ത് ഒബ്സർവിങ്ങും ഇന്റർവ്യൂയും പഠിച്ചോ? യെസ്, പഠിച്ചു. അടുത്തേതാ? ദ തേർഡ് വൺ. ദ തേർഡ് വൺ ഈസ് ഏതാ? എക്സാമിനിങ് അല്ലേ? ഡേറ്റ കളക്ഷനകത്ത് ഇന്റർവ്യൂയും പഠിച്ച് ഒബ്സർവിങ് പഠിച്ച് മൂന്നേതാ? എക്സാമിനിങ്. എക്സാമിനിങ്, എക്സാമിനേഷൻ അല്ലേ? എന്താ അവിടെ? അടുത്ത ദിവസത്തെ നോട്ടെല്ലാം കിട്ടിയോ? ഇന്ന് അടുത്ത ദിവസം നോട്ടെല്ലാം കിട്ടിയോ? അത് വായിച്ചു നോക്കിയായിരിക്കും. അടുത്ത ദിവസം നോട്ട് കിട്ടിയോ? എന്ത് കിട്ടി? ഏത് കിട്ടി? ഏത് കിട്ടി? അങ്ങോട്ട് പറഞ്ഞോളാം. ഏത് കിട്ടി? ഏത് കിട്ടി? കിട്ടിയല്ലോ അവർക്ക്. വായിച്ചേ. ഇന്ന് 11, ഇന്ന് 12, 13 കിട്ടിയോ? 11, 12, 13, 14 കിട്ടിയോ? 11, 12, 13, 14 നഴ്സിംഗ് ഫൗണ്ടേഷൻ നോട്ടുകൾ കിട്ടിയോ? 11, 12, 13, 14 നോട്ടുകൾ കിട്ടിയോ? ഇനി അങ്ങോട്ട് ഈ പറഞ്ഞ നോട്ടുകൾ മുൻകൂട്ടി അയക്കട്ടെ. അങ്ങോട്ട് ഈ പറഞ്ഞ നോട്ടുകൾ മുൻകൂട്ടി അയക്കട്ടെ. ഓരോ ദിവസം രാവിലെ 5 മണിക്ക് അയക്കട്ടല്ലോ അത്. അങ്ങോട്ടുള്ള നോട്ടുകൾ കുറച്ച്
നല്ലതാണ്. സോ എന്താ ഇത് എക്സാം എന്ന് പറയുന്നത്? എന്താ എക്സാമിനിങ് എന്ന് പറയുന്നത്? എന്താ എക്സാമിനിങ് എന്ന് പറയുന്നത്? എന്താ എന്തായിരിക്കും എക്സാമിനിങ്? എന്തായിരിക്കും? എന്തായിരിക്കും? എന്തായിരിക്കും എക്സാം പറഞ്ഞ? എന്താ ഇന്നത്തെ ഈ പറഞ്ഞ ഇന്ന് ഈവനിങ് ഒരു സംഭവം കണ്ടായിരുന്നോ? ഈവനിങ് ഒരു ഈ പറഞ്ഞ ഒരു 7 മണി കഴിഞ്ഞപ്പോ ഒരു സംഭവം കണ്ടായിരുന്നോ? കണ്ടായിരുന്നെങ്കിലും എന്ത് സംഭവം? ആത്മാർത്ഥമായിട്ട് പഠിക്കുക, ഇത്രയും കാലം തോറ്റുപോയി എന്ന ചിന്താഗതി മനസ്സിൽ വേണ്ട, നിങ്ങളെക്കാളും കൂടുതൽ അറിയാവുന്ന ഒരാളാണ്, ശരിയല്ലേ? അടുത്ത എക്സാം 3 വർഷം കഴിഞ്ഞാണ്, ഒരു വാക്ക് തരുന്നു, 6 മാസം കൃത്യം പഠിക്കുക, 100% എഫോർട്ട് ഇട്ട് പഠിക്കുക, സമയം സാഹചര്യം ബാക്കി വിട്ടുകൊടുക്കുക, ശരിയല്ലേ? ഒരു ആഗ്രഹം, അതിനെ ഇന്ന് മെയിൻ ഗോളായി എടുക്കുക, അല്ലെ? ഇന്ന് ജീവിതത്തിൽ മെയിൻ ഗോളായി ഒരു ആഗ്രഹത്തിന് എടുക്കുക, അത് ലക്ഷ്യമാക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക, അതിനെ ആഗ്രഹിക്കുക, നടക്കും, ഉറപ്പാണ്, പഠിക്കുക, നേടുക. ആ റാങ്കുകൾ നാളെ നിങ്ങളുടേതാണ്. ആണോ? ആണോ? ഒരാഗ്രഹം, അതിന് സ്വപ്നം എടുക്കുക, ആദ്യം അതിന് സ്വപ്നം കാണുക, ശേഷം 100% എഫോർട്ട് അതിനുവേണ്ടി കാണിക്കുക, ബാക്കി സമയം സാഹചര്യത്തിന് വിട്ടുകൊടുക്കുക. ഒരു ആഗ്രഹം തന്നെ ജീവിതത്തിൽ നിന്ന് മെയിൻ ഗോളായി മാറ്റുക, ഓരോ നിമിഷം അതിനുവേണ്ടി പ്രവർത്തിക്കുക, ചിന്തിക്കുക. ഉണ്ട്, ചിന്തിക്കാനുണ്ടോ? ജോലിക്ക് പോയ അത്, വീട്ടിൽ വന്ന അത്, അങ്ങനെയാണോ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ ആഗ്രഹം ഇതായിരുന്നു, എനിക്കത് നേടണം. ഉണ്ടോ? എവിടെ? ആർക്ക് വേണ്ടി പറയുന്നത്? ഇപ്പോൾ ഉള്ള ആൾക്കാരിൽ കുറച്ചുപേര് മാത്രം പറയുന്നുണ്ട് SSS എന്ന്. ബാക്കി എല്ലാവരും ആലോചിക്കുകയാണ്, ചിന്തിക്കുകയാണ്, എനിക്ക് എന്താഗ്രഹം, അല്ലെ? എന്താഗ്രഹം? എനിക്ക് ഇവിടെ ഹസ്ബൻഡ് ജോലിക്ക് ഒന്നുണ്ട്, കുട്ടികളുണ്ട്, വീട് നോക്കിയിരുന്നാൽ പോലെ. അതാണ് ഇവിടെ. കല്യാണം കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ഹസ്ബൻഡ് ഉണ്ട്, കുട്ടികൾ, വീട് നോക്കി ഞാൻ ഇരുന്നാൽ പോലെ. ഞാൻ പഠിച്ചത് വീട്ടിൽ ഇരിക്കാൻ വേണ്ടിയാണോ? ആണോ? ആണോ? ഞാൻ എന്നെ അച്ഛനും അമ്മയും പഠിപ്പിച്ചത് വീട്ടിലിരിക്കാൻ വേണ്ടിയാണ്. കൂടുതലൊന്നും പറയുന്നില്ല, പറയിപ്പിക്കരുത്, പറയിപ്പിക്കരുത്. മാക്സിമം പെൺകുട്ടികളാണ് പഠിച്ചത് വീട്ടിൽ ഇരിക്കാൻ വേണ്ടി അല്ല എന്ന ചിന്താഗതി ഉണ്ടോ? ഞാൻ പഠിച്ചത് വീട്ടിൽ ഇരിക്കാൻ വേണ്ടി അല്ല, ഞാൻ പുറത്തിറങ്ങണം, ജോലിക്ക് പോകണം, സമ്പാദിക്കണം, അമ്മയും അച്ഛനെയും നോക്കണം, എന്റെ ഫാമിലി, എന്റെ കുട്ടികൾ, എന്റെ കാര്യങ്ങൾ എല്ലാം നോക്കണം. മറ്റൊരാളോട് ഒരു 10 രൂപ പോലും ചോദിക്കാനുള്ള അവസ്ഥ നാളെ ഉണ്ടാകരുത് എന്നുണ്ടെങ്കിൽ പഠിക്കുമോ? മറ്റൊരാളോട് ഒരു 10 രൂപ പോലും നാളെ ചോദിക്കാൻ സാഹചര്യം വരുത്തരുത് എന്നുണ്ടെങ്കിൽ പഠിക്കും. സോ ദ തേർഡ് വൺ ഈസ് എക്സാമിനിങ്. എക്സാമിനിങ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സാമിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ അസസ്മെന്റ് ആണോ? ഫിസിക്കൽ എക്സാമിനേഷൻ ആണോ? എക്സാമിനിങ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അസസ്മെന്റ് അല്ലെങ്കിൽ ഫിസിക്കൽ എക്സാമിനേഷനിലെ എക്സാമിനിങ് എന്നപ്പോൾ നഴ്സിംഗ് പ്രോസസ്സിനകത്ത് എക്സാമിനിങ് എന്ന വാക്ക് എവിടെ കണ്ടാൽ എന്താ? ഫിസിക്കൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ അസസ്മെന്റ് അല്ലേ? ഒരാളുടെ സിസ്റ്റമാറ്റിക് ഡേറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡ് ആണോ ഇത്? ഒരാളുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡ് ആണോ എക്സാമിനിങ് എന്ന് പറയുന്നത്? ഒരാളുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡ് ആണോ എക്സാമിനിങ്? ഫിസിക്കൽ എക്സാമിനേഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ടോ? അവിടെ നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷനിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന ഏത് മെത്തേഡാ? ഒബ്സർവേഷൻ അല്ലേ? ഫിസിക്കൽ എക്സാമിന് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഏതാ? ഫിസിക്കൽ എക്സാമിനേഷൻ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാ? ഒബ്സർവേഷൻ അല്ലേ? പേഷ്യന്റിന്റെ ഹെൽത്ത് പ്രോബ്ലമായി ബന്ധപ്പെട്ട് മാക്സിമം ഒബ്സർവേഷൻ അല്ലേ എക്സാമിന് ചെയ്യുന്നത്, ശരിയല്ലേ? ഹെൽത്ത് പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യാനായി സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്ന ഡേറ്റ കളക്ഷനെ ആണ് നമ്മൾ ഫിസിക്കൽ അസസ്മെന്റ് അല്ലെങ്കിൽ
ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞല്ലേ. ഒരു ഹെൽത്ത് പ്രോബ്ലം കണ്ടുപിടിക്കാനായി, അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഡേറ്റ കളക്ഷൻ മെത്തേഡിനെ വിളിക്കുന്ന പേരെന്താ? അതാണ് ചോദ്യം. ഒരു ഹെൽത്ത് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഡേറ്റ കളക്ഷനെ നമ്മൾ കളക്റ്റീവായിട്ട് പറഞ്ഞ എന്താ? ഫിസിക്കൽ എക്സാമിനേഷൻ അല്ലേ, ഫിസിക്കൽ അസസ്മെന്റ് അല്ലേ? ശരിയല്ലേ? ശരിയല്ലേ? ഒരാളുടെ ഹെൽത്ത് പ്രോബ്ലം കണ്ടുപിടിക്കാൻ വേണ്ടി സിസ്റ്റമാറ്റിക് നമ്മൾ പറഞ്ഞ ഡേറ്റ കളക്ട് ചെയ്ത മെത്തേഡ് എന്താ? ഫിസിക്കൽ എക്സാമിനേഷൻ അല്ലേ? പണ്ട് കോളേജ് ഓഫ് നഴ്സിംഗിൽ ഫസ്റ്റ് ഇയറിൽ ചെയ്തിട്ടുള്ള കാര്യം. പണ്ട് കോളേജ് ഓഫ് നഴ്സിംഗിൽ കുറെ ടേപ്പും സ്കെയിലും പെൻസിലും റബ്ബറും എല്ലാം ചെയ്തിട്ടുണ്ടോ? എല്ലാവരും ഉണ്ടോടെ? ഉണ്ടോടെ? ഇന്ത് വൈ മെഷീൻ ഉണ്ടോ? ഇവിടെ ചെമന്നൂരിൽ രാവിലെ കോളേജ് ബസ് കയറുന്ന സമയത്ത് കോളേജ് ബസ് എല്ലാം എടുത്ത് അണുക്കി പുറക്കി കൊണ്ടുവരുന്നുണ്ടോ? എന്താ ഫിസിക്കൽ അസസ്മെന്റ് നമ്മൾ ചെയ്യുന്ന സംഭവം? എന്താ? ഹെഡ് ടു ടോ ചെയ്യുന്ന എക്സാമിനേഷൻ ആണ്. ഹെഡ് മുതൽ ടോ വരെ ചെയ്യുന്ന എക്സാമിനേഷൻ അല്ലേ ഫിസിക്കൽ എക്സാമിനേഷൻ? ഹെഡ് തൊട്ട് ടോ വരെ, ഹെഡ് തൊട്ട് ടോ വരെ ചെയ്യുന്ന എക്സാമിനേഷൻ അല്ലേ ഫിസിക്കൽ അസസ്മെന്റ് അല്ലെങ്കിൽ ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്? ഹെഡ് തൊട്ട് ടോ വരെ അല്ലേടെ? അല്ലെ? കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഒരു 10-30 പേര് മാത്രം രാവിലെ 5-നും 4-നും ഇടയിൽ മെസ്സേജ് അയക്കാറുണ്ട്, സർ ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ 2 ആഴ്ച മാത്രമായിട്ട് എന്താണ്? രാവിലെ 5 മണിക്കും 4 മണിക്കിടയിൽ അവർ പഠിക്കുന്ന മുമ്പായിട്ട് ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കാറുണ്ട്. ആരും ഉണ്ടോ? ഇതിനകത്ത് ആരും ഉണ്ടോ? എനിക്ക് പേരറിയില്ല, എങ്കിലും 4 മണിക്കും 5 മണിക്കും ഇടയിൽ പഠിക്കാൻ തുടങ്ങുന്ന മുമ്പായിട്ട് എനിക്ക് ഗുഡ് മോർണിംഗ് അയക്കാറുണ്ട്. ആരാണെന്ന്? നല്ല കാര്യം, നല്ല കാര്യം. ഞാൻ പറയുന്നത് നിങ്ങൾ എപ്പോഴും പഠിക്കുന്ന മുമ്പായിട്ട് എന്നെ ഒന്ന് അറിയിക്കട്ടെ. എന്നെ അറിയിക്കേണ്ട വഴി രാവിലെ ഒരു ഗുഡ് മോർണിംഗ്. ഓക്കെ, ഞാൻ അറിയും നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് രാവിലെ ഒരു ഗുഡ് മോർണിംഗ് അയക്കും. 4 മണിക്കും 5 മണിക്കും ഇടയ്ക്ക് ഗുഡ് മോർണിംഗ് അയക്കും. അയക്കും അയക്കും എല്ലാവരും. അയക്കും എല്ലാവരും. പറഞ്ഞു നോക്കട്ടെ, നോക്കട്ടെ, എല്ലാവരും നോക്കട്ടെ, എല്ലാവരും നോക്കട്ടെ. ഇവിടെ എനിക്ക് നിങ്ങൾ എങ്ങനെയെങ്കിലും രാവിലെ എണീപ്പിക്കണം. എനിക്ക് നിങ്ങൾ എങ്ങനെയെങ്കിലും രാവിലെ എണീപ്പിക്കണ്ടേ? അതിനുവേണ്ടി ഞാൻ പല കാര്യം ചെയ്യും. അതാ കാര്യം, അറിയാം. എനിക്ക് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കണം, രാവിലെ എഴുന്നേറ്റ് പഠിക്കണം. അതെനിക്ക് അറിയാൻ വേണ്ടി ഒരു ഗുഡ് മോർണിംഗ് അയക്കാൻ പറഞ്ഞു. ശരിയല്ലേ? അതെനിക്ക് അറിയാൻ വേണ്ടി ഒരു ഗുഡ് മോർണിംഗ് അയക്കാൻ പറയും. രാവിലെ എഴുന്നേൽക്കുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ? ശരിയല്ലേ? എവിടെ ഉറങ്ങാൻ പോകുന്ന ആൾക്കാരടുത്താണ് പറയാൻ പോകുന്നത് രാവിലെ എഴുന്നേൽക്കണം. സോ ദ ഹെഡ് ടു ടോ എക്സാമിനേഷൻ എന്താ? ഫിസിക്കൽ എക്സാമിനേഷൻ അല്ലേ? ഹെഡ് ടു ടോ എക്സാമിനേഷൻ എന്താ? ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. ചോദ്യം വരും, എക്സാമിനേഷൻ എത്ര മെത്തേഡ്സ് ഉണ്ട്? അതാണ് ചോദ്യം. എക്സാമിനേഷനകത്ത് എത്ര മെത്തേഡ്സ് ഉണ്ട്? ദ മെത്തേഡ്സ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ. കേരള PC എക്സാമിൽ നിന്ന് പ്രീവിയസ് ആയിട്ട് ചോദ്യം സ്ഥലമാണ് ദ മെത്തേഡ്സ് ഓഫ് ദ ഫിസിക്കൽ എക്സാമിനേഷൻ. മെത്തേഡ്സ് എന്തൊക്കെയാ? ഫിസിക്കൽ എക്സാമിനേഷനകത്ത് വരുന്ന മെത്തേഡ്സ് എന്തൊക്കെയാ? ഇൻസ്പെക്ഷൻ ഉണ്ടോ? ഇൻസ്പെക്ഷൻ ഉണ്ടോ? ഫിസിക്കൽ എക്സാമിനേഷനകത്ത് വരുന്ന മെത്തേഡ്. ഈ ഒരു ക്ലാസിന്റെ അവസാനം നിങ്ങൾക്ക് ഇതുവരെയായിട്ട് കണ്ട ചോദ്യം ഞാൻ പറഞ്ഞു തരട്ടെ. ഇതുവരെയായിട്ട് കേരള PC എക്സാമിനകത്ത് കണ്ട ചോദ്യം പറഞ്ഞു തരട്ടെ. ആദ്യം പറഞ്ഞുതരാം, ആദ്യം പറഞ്ഞുതരാം. പഠിപ്പിക്കണ്ട പറഞ്ഞുതരാം. അറിയാം ആർക്കില്ലേ? അറിയാമോ? ഇത് കാണുന്നുണ്ടോ? കാണുന്നു ആരെങ്കിലും? കാണുന്നുണ്ടോ ആരെങ്കിലും? എന്താ സ്റ്റെപ്സ് ഇൻ ഫിസിക്കൽ എക്സാമിനേഷനും സ്റ്റെപ്സ് ഇൻ അബ്ഡോമിനൽ എക്സാമിനേഷനും കേരള PC ക്വസ്റ്റ്യൻസ് അല്ലേ? സ്റ്റെപ്സ് ഇൻ ഫിസിക്കൽ എക്സാമിനേഷനും സ്റ്റെപ്സ് ഇൻ അബ്ഡോമിനൽ എക്സാമിനേഷനും രണ്ടും ചോദ്യങ്ങൾ മാറി മാറി എക്സാമിന് ചോദിക്കും. പക്ഷെ തെറ്റിപ്പോവാറുണ്ടല്ലേ? സ്റ്റെപ്സ് ഇൻ ഫിസിക്കൽ എക്സാമിനേഷൻ എന്തൊക്കെയാ? ഞാൻ കുറച്ച് മുന്നോട്ട് പോയി, ഇത് പറയേണ്ട ആവശ്യമില്ലായിരുന്നു, മുന്നോട്ട് പോയി. ഇൻസ്ട്രക്ഷൻ, പാൽപേഷൻ, പെർക്കഷൻ, ഓസ്കൾട്ടേഷൻ വരുന്ന എവിടെയാ?
ഇൻസ്പെക്ഷനും പാൽപേഷനും പെർക്കഷനും ഓസ്കൾട്ടേഷനും വരുന്ന എവിടെയാ? ഇൻസ്പെക്ഷൻ, പാൽപേഷൻ, പെർക്കഷൻ, ഓസ്കൾട്ടേഷൻ വരുന്ന എവിടെയാ? ഫിസിക്കൽ എക്സാമിനേഷനകത്തല്ലേ? ഇൻസ്പെക്ഷനും പാൽപേഷനും പെർക്കഷനും ഓസ്കൾട്ടേഷനും വരുന്ന എവിടെയാ? ഫിസിക്കൽ എക്സാമിനേഷൻ. ഇൻസ്പെക്ഷൻ, ഓസ്കൾട്ടേഷൻ, പെർക്കഷൻ, പാൽപേഷൻ വരുന്ന എവിടെയാ? ഇൻസ്പെക്ഷൻ, ഓസ്കൾട്ടേഷൻ, പെർക്കഷൻ, പാൽപേഷൻ വരുന്ന എവിടെയാ? അബ്ഡോമിനൽ എക്സാമിനേഷൻ. ഈ ചോദ്യം എല്ലാവരും കണ്ടു കാണും, പക്ഷെ ഞാൻ ഇവിടെ എത്തിയിട്ടില്ല, എങ്കിലും മുൻകൂട്ടി കാണിച്ചതേ ഉള്ളൂ. ഇതാണ് ചോദ്യം എന്ന് മുൻകൂട്ടി കാണാൻ ചോദ്യം കൊണ്ടില്ലേ. സോ നമ്മൾ ഇവിടെ എത്തി എക്സാമിനേഷനിലെ എക്സാമിനേഷന്റെ മെത്തേഡ്സിനകത്ത് ഞാനിപ്പോ പറഞ്ഞ സ്റ്റെപ്പുകൾ ഫസ്റ്റ് ഏതാ? എക്സാമിനേഷനകത്ത് ഞാനിപ്പോ പറഞ്ഞ സ്റ്റെപ്പുകൾ ഫസ്റ്റ് ഏതാ? ഇൻസ്പെക്ഷൻ അല്ലേ? ഇത്രയും സമയം പറഞ്ഞ സ്റ്റെപ്പുകൾ ഫസ്റ്റ് ഏതാ? ഇൻസ്പെക്ഷൻ എന്ന് പറയാൻ എന്താ? ദ മെത്തേഡ്സ് ഓഫ് എക്സാമിനേഷനകത്ത് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞത് എന്താ? ദ വിഷ്വൽ എക്സാമിനേഷനെ പറയുന്ന പേരെന്താ? കണ്ണുകൊണ്ട് കണ്ട് എക്സാമിനേഷൻ ചെയ്യുന്ന മെത്തേഡ് ഏതാ? ഇത് കണ്ണുകൊണ്ട്, സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട്, ദ സെൻസ് ഓഫ് സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് എക്സാമിനേഷൻ ചെയ്തുകൊണ്ട് ഇൻസ്പെക്ഷൻ ആണോ? നമ്മുടെ കാഴ്ച ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന എക്സാമിനേഷനെ പറയുന്ന പേരെന്താ? നമ്മുടെ കാഴ്ച, ദ സെൻസ് ഓഫ് സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ കാഴ്ചയായ സെൻസ് ഓഫ് സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന ഇൻസ്പെക്ഷൻ ആണോ ഉടേത്? ചോദിക്കട്ടെ, നമ്മുടെ കാഴ്ച ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന എക്സാമിനേഷൻ ഏതാ? നമ്മുടെ കാഴ്ച ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന എക്സാമിനേഷൻ ഏതാ? പറഞ്ഞ ഉത്തരം. ചോദ്യം വരും, നമ്മുടെ കാഴ്ച ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന എക്സാമിനേഷന്റെ പേരെന്താ? ഇൻസ്പെക്ഷൻ. ശരിയല്ലേ? ഇൻസ്പെക്ഷൻ ആണോ? നമ്മുടെ കാഴ്ച മാത്രം ഇവിടെ വേറെ വിഷയമുണ്ടോ? ഇവിടെ കാഴ്ച മാത്രമാണോ ചെയ്യുന്നത്? വേറെ എന്തെങ്കിലും വിഷയമുണ്ടോ? വേറെ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യാറുണ്ടോ? നമ്മുടെ കാഴ്ച അല്ലാതെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഏതെങ്കിലും ഉണ്ടോ? എക്സാമ്പിൾ ഏതാ? നോട്ട് വായിച്ച് കാണാം, സ്റ്റഡി നോട്ട് വായിച്ചവർക്കറിയാം. നമ്മുടെ കാഴ്ച മാത്രമല്ലാതെ ഇൻസ്പെക്ഷനകത്ത് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടോ? ഓട്ടോസ്കോപ്പ്. എന്താണ് ഓട്ടോസ്കോപ്പ്? ഇത് ഇയർ ഡ്രം വിഷ്വലൈസേഷൻ വേണ്ടി ഓട്ടോസ്കോപ്പ് എന്താ? ഇത് എക്സ്റ്റേണൽ ഓഡിറ്ററി കനാൽ വിഷ്വലൈസേഷൻ വേണ്ടിയല്ലേ ഓട്ടോസ്കോപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഇൻസ്പെക്ഷൻ യൂസ് ചെയ്യുന്നതാണോ? ഓട്ടോസ്കോപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇൻസ്പെക്ഷൻ യൂസ് ചെയ്യുന്നതാണോ? ചോദിക്കട്ടെ, ഓട്ടോസ്കോപ്പ് എന്ന് പറഞ്ഞ നമ്മൾ ഇൻസ്പെക്ഷൻ യൂസ് ചെയ്യുന്നതാണോ? ഇയർ ഡ്രം, എക്സ്റ്റേണൽ ഓഡിറ്ററി കനാൽ എല്ലാം ഇൻസ്പെക്ഷൻ ചെയ്യുന്നുണ്ട്. ആണോ? ആണല്ലോ. ആണ്. സോ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് വേറെന്തായിരിക്കും? ഇൻസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇത് കണ്ണുകൊണ്ട് കാണുക. അത് കഴിഞ്ഞാ പാൽപേഷൻ ആണോ? ദ മെത്തേഡ്സ് ഓഫ് എക്സാമിനിങ് അകത്ത് ഇൻസ്പെക്ഷൻ കഴിഞ്ഞാൽ ഇതാ പാൽപേഷൻ ആണോ? പാൽപേഷൻ എന്താണ്? പാൽപേഷൻ എന്താ? ഇത് വിഷ്വലൈസേഷൻ ആണോ ഓർ സെൻസ് ഓഫ് ടച്ച് ആണോ? ദ സെൻസ് ഓഫ് വിഷൻ ആണോ, സെൻസ് ഓഫ് ടച്ച് ആണോ? പാൽപേഷൻ എന്ന് പറയുമ്പോൾ എക്സാമിനേഷൻ യൂസിങ് സെൻസ് ഓഫ് ടച്ച് ആണോ, വിഷ്വലൈസേഷൻ ഓഫ് ടച്ച് അല്ലേ? ഇതിനു വേണ്ടിയാ? ടച്ച് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഇപ്പൊ എക്സാമിനേഷന് പാൽപേഷൻ വിളിക്കും. നമ്മൾ എന്തിനു വേണ്ടി ചെയ്യുന്നത്? നമ്മൾ ഒരാളെ ടച്ച് ചെയ്യുന്നതിന് വേണ്ടിയാ? ഒരാളെ പാൽപേറ്റ് ചെയ്യണമെങ്കിൽ എന്തിനു വേണ്ടിയാ? നമ്മൾ തൊട്ട് നോക്കുന്നത് എന്തിനു വേണ്ടിയാ? എന്തെങ്കിലും മാസം ഉണ്ടെന്ന് അറിയാമല്ലേ? എന്തെങ്കിലും മാസം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അല്ലെ? എന്തൊക്കെ പാൽപേഷൻ ഐഡന്റിഫൈ ചെയ്യുന്ന ചോദ്യം വരും. പാൽപേഷനകത്ത് നമുക്ക് എന്തൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും? സ്റ്റാർട്ട് ചെയ്യാം. പാൽപേഷനകത്ത് എന്തൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും? എന്തൊക്കെ പറ്റും? ചോദ്യം വരും. പാൽപേഷനകത്ത് എന്തൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും? ഫസ്റ്റ് വൺ ഇത് എന്താ? ടെക്സ്ചർ പറ്റും. ടെക്സ്ചർ പറ്റോ? എന്താ ടെക്സ്ചർ? എന്താ ടെക്സ്ചറിന്റെ ഇത് മലയാളത്തിൽ എന്താ?
ടെക്സ്ചറിന്റെ മലയാളം വാക്ക് എന്താ? അതാത് പറയും, ആർക്ക് പറയും? നോക്കട്ടെ. ടെക്സ്ചറിന്റെ മലയാളം വാക്ക് എന്താ? മീനിങ് എന്താ? പറയും, പറയണം, കേക്കട്ടെ. നമ്മൾ എപ്പോഴെങ്കിലും എന്താണ് നമ്മൾ ഫിസിക്കലായിട്ട് അവിടെ ടച്ച് ചെയ്ത് ഫീൽ നോക്കുന്ന സമയത്ത് ഒരു സർഫസ് റഫ് ആണോ, സ്മൂത്ത് ആണോ, സ്ലിമ്മി ആണോ നോക്കുന്നതാണോ? ആണോ? ഏതെങ്കിലും സർഫസിന് തൊട്ട് നോക്കുന്ന സമയത്ത് റഫ് ആണോ, സ്മൂത്ത് ആണോ നോക്കുന്നതാണോ? ആണോ? ഫിസിക്കലായിട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത്, നമുക്ക് എപ്പോഴെങ്കിലും ഫിസിക്കലായിട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത് സർഫസിന്റെ കൺസിസ്റ്റൻസി ആണോടെ, സർഫസിന്റെ കൺസിസ്റ്റൻസി ആണോടെ, ഒരു സർഫസിന്റെ കൺസിസ്റ്റൻസോടെ അവിടെ ഒരു ടെക്സ്ചർ എന്ന് പറയുമ്പോൾ ഒരു സർഫസിന്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? റഫ് ആണോ, സ്മൂത്ത് ആണോ നോക്കാൻ വേണ്ടിയല്ലേ, ശരിയല്ലേ? സോ ടെക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർഫസിന്റെ കൺസിസ്റ്റൻസി പറയുന്ന വാക്ക് എന്താ? ടെക്സ്ചർ എന്ന് വിളിക്കാം. ഒരു സർഫസിന്റെ കൺസിസ്റ്റൻസി പറയുന്ന വാക്ക് എന്താ? ടെക്സ്ചർ എന്ന് വിളിക്കാം. തൊടുമ്പോ സ്മൂത്ത് ആണോ, റഫ് ആണോ, അത് ശരിയല്ലേ? നമ്മൾ എന്താണ് ഫിസിക്കലി നോക്കുന്ന സമയത്ത് ആ ഒരു സർഫസ് സ്മൂത്ത് ആണോ, റഫ് ആണോ, സ്ലിമ്മി ആണോ നോക്കാറില്ലേ? ഉണ്ടോ ആരെങ്കിലും നോക്കിയിട്ടുണ്ടായിരിക്കില്ല? ഉണ്ടോ? ഉണ്ട്. ഒരു കൊച്ചുകുട്ടിയെ എടുത്ത് നോക്കിയിട്ടില്ലായിരിക്കില്ലേ? ഏതെങ്കിലും ഒരു കൊച്ചുകുട്ടി നോക്കുന്ന സമയത്ത് സ്മൂത്ത് ആണോ, റഫ് ആണോ, സ്ലിമ്മി ഇവിടെ ഉണ്ടായിരിക്കില്ലേ സർഫസ്? ഉണ്ടോ? സ്മോൾ കിഡ്സിന് എടുത്ത സമയത്ത് സ്മൂത്ത് ആണോ, റഫ് ആണോ, സ്ലിമ്മി ഇവിടെ ഉണ്ടോ? സ്കിന്ന് ഡ്രൈ ആവുന്നവരുണ്ടോ? സ്കിന്ന് ഡ്രൈ ആവുമ്പോൾ റഫ് ആണോ, സ്മൂത്ത് ആണോ, സ്ലിമ്മി ആണോ അവരുണ്ടോ ആരെങ്കിലും? സ്കിന്ന് നല്ല ഡ്രൈ ആവുമ്പോൾ റഫ് ആണോ, സ്മൂത്ത് ആണോ എപ്പോഴെങ്കിലും നിങ്ങളുടെ ബോഡി നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ ബോഡിക്കകത്ത് തന്നെ എപ്പോഴും സ്കിന്ന് നല്ല ഡ്രൈ ആകുമ്പോൾ റഫ് ആണോ, സ്മൂത്ത് ആണോ, സ്ലിമ്മി ആണോ നോക്കിയിട്ടുണ്ടോ? ഉണ്ടല്ലോ, 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 ഇല്ലെന്ന് പറയാം. ഉണ്ട്, ഉണ്ട്, ഉണ്ട്. അപ്പം ഒരു സർഫസിന്റെ കൺസിസ്റ്റൻസി പറഞ്ഞ എന്താ? ടെക്സ്ചർ വിളിക്കുക. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞു. ആ ടെക്സ്ചർ എന്താ? ആ പാൽപേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഫസ്റ്റ് കാര്യം ടെക്സ്ചർ പറഞ്ഞു. സെക്കൻഡ് ഇതായിരിക്കും. ആർക്ക് പറയാം? പാൽപേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഫസ്റ്റ് കാര്യം ടെക്സ്ചർ പറഞ്ഞു. സെക്കൻഡ് ഇതായിരിക്കും ടെമ്പറേച്ചർ ഉണ്ടോ? പാൽപേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് കാര്യം ടെക്സ്ചർ പറഞ്ഞെങ്കിൽ സെക്കൻഡ് എന്താ? ടെമ്പറേച്ചർ ഉണ്ടോ? പാൽപേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഫസ്റ്റ് കാര്യം ടെക്സ്ചർ പറഞ്ഞു, സെക്കൻഡ് ടെമ്പറേച്ചർ ഉണ്ടോടെ. എങ്ങനെയാ? നമ്മൾ ഒരാൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ ടെമ്പറേച്ചർ അറിയാൻ പറ്റുമല്ലോ. ഒരാൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ പാൽപേഷനകത്ത് ടെമ്പറേച്ചർ അറിയാൻ പറ്റുമല്ലോ. ഒരാൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ അയാൾക്ക് ടെമ്പറേച്ചർ ഉണ്ടോ ഇല്ലയോ എന്ന് പാൽപേഷൻ വഴി കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒരാളെ തൊട്ട് നോക്കുമ്പോൾ തന്നെ അയാൾക്ക് ടെമ്പറേച്ചർ ഉണ്ടോ ഇല്ലയോ എന്ന് പാൽപേഷൻ വഴി കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ വരുന്നതാണ് വൈബ്രേഷൻ. ഉണ്ടോ? വൈബ്രേഷൻ ഉണ്ടോ? വൈബ്രേഷൻ ഉണ്ടോ? പാൽപേഷനിൽ വൈബ്രേഷൻ പിടിക്കാൻ പറ്റും. പാൽപേഷനിൽ വൈബ്രേഷൻ ഒന്നും ഉണ്ടോ? ഉണ്ടോ? പറയുണ്ടോ? ഉണ്ട്. ഇപ്പൊ കൈ കണ്ടുണ്ടോ? കൈ, പേഷ്യന്റ് കൈ വിറക്കണ്ടുണ്ടോ? പേഷ്യന്റ് കൈ എപ്പോഴെങ്കിലും വൈബ്രേഷൻ ചെയ്യുന്ന കണ്ടുണ്ടോ? പാൽപേഷൻ സമയത്ത് ആ കയ്യിൽ തൊട്ട് നോക്കുമ്പോൾ ആ കൈ വിറക്കി കണ്ടിട്ടുണ്ടോ? ആ കയ്യിൽ തൊട്ട് നോക്കുമ്പോൾ കൈ വിറക്കുന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ വൈബ്രേഷൻ ഇല്ലേ? വൈബ്രേഷൻ ഉണ്ട്. പിന്നെ ഉണ്ട് സൈസ് ഉണ്ടോ? സൈസ് വരുന്ന എവിടെയാടെ? സൈസ് പൊസിഷനൊക്കെ വരുന്ന എവിടെയാ? സൈസും പൊസിഷനൊക്കെ വരുന്നത് ടെക്സ്ചറിനകത്താണോ, ടെമ്പറേച്ചറിനകത്താണോ, വൈബ്രേഷനകത്താണോ, ഓർ ഡിസ്റ്റൻസിനകത്താണോ? പാൽപേഷനകത്ത് വരുന്ന ടെക്സ്ചറിനകത്താണോ, ടെമ്പറേച്ചറിനകത്താണോ, വൈബ്രേഷനകത്താണോ, ഓർ ഡിസ്റ്റൻസിനകത്താണോ? സൈസ്, പൊസിഷൻ, പൾസേഷൻ, മൊബിലിറ്റി വരുന്നത് ആർക്ക് പറയാം?
പാൽപേഷനകത്ത് ടെക്സ്ചറിനകത്താണോ, ടെമ്പറേച്ചറിനകത്താണോ, വൈബ്രേഷനകത്താണോ, ഓർ ദ ഡിസ്റ്റൻസിനകത്താണോ ഒരാളുടെ എന്തെങ്കിലും സൈസോ, ദ മൊബിലിറ്റിയോ, ഓർ ദ ഡിസ്റ്റൻഷനോ, പൾസേഷനൊക്കെ വരുന്നത്? ദ ഡിസ്റ്റൻഷൻ അല്ലേ? 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 ഉണ്ടോ? ഉണ്ടോ? സൈസ് ഇത് ലിവറിന്റെ പൊസിഷൻ നോക്കാറില്ലേ? ലിവറിന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിലും ആരെങ്കിലും എപ്പോഴും ലിവറിന്റെ പൊസിഷൻ ഒക്കെ ഉണ്ടോ? ആരെങ്കിലും ലിവറിന്റെ പൊസിഷൻ ഒക്കെ ഉണ്ടോ? ഉണ്ട്, ഉണ്ട്, ഉണ്ടോ? അവിടെ ഇപ്പൊ ഏതെങ്കിലും പേഷ്യന്റ് എടുത്ത് പോയിട്ട് ലിവറിന്റെ പൊസിഷൻ ഒക്കെ ഉണ്ടാണെങ്കിലും ഏതെങ്കിലും പേഷ്യന്റ് എടുത്ത് പോയിട്ട് ലിവറിന്റെ പൊസിഷൻ ഉണ്ട്. അതേസമയം ഇത് മൂവ്മെന്റ് ഒക്കെ ഉണ്ടോ? മൂവ്മെന്റ് ഉണ്ടോ? നോക്കിയിട്ടുണ്ടോ? മൂവ്മെന്റ് മൊബിലിറ്റി നോക്കിയിട്ടുണ്ടോ? മൊബിലിറ്റി ഉണ്ടോ? നോക്കിയിട്ടുണ്ടോ? ഉണ്ട്. പൾസേഷൻ നോക്കിയിട്ടുണ്ടോ? പൾസേഷൻ ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ടുണ്ടോ? ആരെങ്കിലും പൾസേഷൻ ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ടുണ്ട്? ഉണ്ട്, ഉണ്ട്. ഇനി പറഞ്ഞുണ്ടോ? ഇനി വെറുതെയുണ്ടോ? ഉണ്ട്. വെറുതെയുണ്ടോ? ദ ടെൻഡർനെസ് നോക്കിയിട്ടുണ്ടോ? ദ ടെൻഡർനെസ് എന്താ? ദ ടെൻഡർനെസ് ആകരുത് എന്താ? എന്താണ് ദ ടെൻഡർനെസ് ആകരുത് എന്താ? നമ്മൾ ഒരു പേഷ്യന്റ് എടുത്ത് ഇന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് ആ ചെയ്യുന്ന സ്ഥലത്തുള്ള ഇത് വേദനയോ ഓർ ഡിസ്കംഫോർട്ടിന്റെ പ്രതിഫലമാണോ? നമ്മൾ ഒരു പേഷ്യന്റ് ഒരു സ്ഥലത്ത് ടച്ച് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വേദനയോ ഓർ ഡിസ്കംഫോർട്ടിന്റെ പറയുന്ന പേരാണോ ടെൻഡർനെസ്? നമ്മൾ ഒരു പേഷ്യന്റ് ഏതെങ്കിലും ഒരു ഏരിയ തൊടുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന വേദനയാകാം, അല്ലെങ്കിൽ ഡിസ്കംഫോർട്ടിന് പറയുന്ന പേരെന്താ? ഇത് വിളിക്കാം. പാൽപേഷൻ ചെയ്യുമ്പോൾ ഒരു പേഷ്യന്റ് പറയുന്നു, സിസ്റ്റർ എനിക്ക് എന്താണ് ആ ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് നല്ല വേദനയുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു അവിടെ ഡിസ്കംഫോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഡർനെസ് അല്ലേ? ശരിയല്ലേ? സിസ്റ്റർ പോയി പാൽപേറ്റ് ചെയ്യുമ്പോൾ ആ ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് നല്ല വേദന അല്ലെങ്കിൽ നല്ല ഡിസ്കംഫോർട്ട് ഉണ്ടെങ്കിൽ അത് ടെൻഡർനെസ് അല്ലേ? ടെൻഡർനെസ് അല്ലേ? ടെൻഡർനെസ് അല്ലേ? ആണ്. സോ ദ പാൽപേഷൻ വഴി നമുക്ക് ഇത്രയും കാര്യം മനസ്സിലാക്കൂടെ? ദ പാൽപേഷൻ വഴി എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും? നമുക്ക് പാൽപേഷൻ വഴി എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും? ആർക്കും പറയാം? ഫസ്റ്റ് ഏതാ? ദ ടെക്സ്ചർ അല്ലേ? ഫസ്റ്റ് ഏതാ? ദ ടെക്സ്ചർ. ദ ടെക്സ്ചർ. സെക്കൻഡ് ഏതാ? ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ. ആൻഡ് തേർഡ് ഏതാ? വൈബ്രേഷൻ. തേർഡ് ഏതാ? വൈബ്രേഷൻ. ഫോർത്ത് ഏതാ? ഫോർത്ത് നാലേതാ? ദ ഡിസ്റ്റൻഷൻ. പിന്നെന്താ? ദ പൊസിഷൻ ഒന്ന് അറിയാൻ പറ്റും, സൈസ് അറിയാൻ പറ്റും, ദ മൊബിലിറ്റി അറിയാൻ പറ്റും, പൾസേഷൻ അറിയാൻ പറ്റും, ദ ടെൻഡർനെസ്സും എല്ലാം പാൽപേഷനും വഴി നമുക്ക് അറിയാൻ പറ്റില്ലേ? പാൽപേഷൻ വഴി ഇത്രയും കാര്യം അറിയാൻ പറ്റില്ലേ? യെസ്. ഇത്ര ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? സോ അടുത്ത ചാപ്റ്ററിലോട്ട് പോട്ടെ. ദ ടൈപ്സ് ഓഫ് പാൽപേഷൻ. അത് ഇത് ട്യൂമർ എടുക്കട്ടെ. ദ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ദ ടൈപ്സ് ഓഫ് പാൽപേഷൻ. ദ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ദ ടൈപ്സ് ഓഫ് പാൽപേഷൻ. ഇന്ന് വേണം, നാളെ വേണം. നാളെ എന്ന് പറഞ്ഞാൽ മറ്റന്നാളല്ല, നാളെ. നാളെ എന്ന് പറഞ്ഞാൽ മറ്റന്നാളല്ല, നാളെ. ദ ടൈപ്സ് ഓഫ് പാൽപേഷൻ ഇന്ന് വേണോ നാളെ വേണോ? അപ്പൊ പറയോട്ടെ. ഇന്ന് വേണോ? ഇന്ന് വേണോ? ടുമോറോ? പറഞ്ഞോട്ടെ. ദ ടൈപ്സ് ഓഫ് പാൽപേഷൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും എപ്പോഴും. ഒരു ചോദ്യം വരുന്ന ഭാഗമാണ്. എന്നാൽ പാൽപേഷൻ കണ്ടു, ഇനി അറിയേണ്ട കാര്യം എന്താണ് ദ ടൈപ്സ് ഓഫ് പാൽപേഷൻ നോക്കണം. നോക്കട്ടെ, എല്ലാം പറഞ്ഞോട്ടെ. ഇന്ന് വേണോ? റെഡിയാണ്, ഞാൻ റെഡിയാണ്. നാളെ. നാളെ എന്ന് പറയും മറ്റന്നല്ല. നാളെ എന്ന് പറയുമ്പോൾ നാളെ. ഓക്കെ, നാളെ. ഇത് ഫ്രൈഡേ ആണോ? നാളെ ഫ്രൈഡേ ആണോ? ഫ്രൈഡേ ആണോ? ഫ്രൈഡേ ആണോ? ഫ്രൈഡേ ആണോ? ഫ്രൈഡേ. ഫ്രൈഡേ. ഫ്രൈഡേ കഴിഞ്ഞാൽ സൺഡേ. നാളെ ഫ്രൈഡേ. ഓക്കെ, ഫ്രൈഡേ. ടുമോറോ ദ ടൈപ്സ് ഓഫ് പാൽപേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇത്രയും സമയം പറഞ്ഞ മനസ്സിലാക്കും. ഇത്രയും സമയം പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എല്ലാവർക്കും? ഫുൾ മലയാളം അല്ലേ? ഫുള്ള് മലയാളം പറയുന്നത്, ഇംഗ്ലീഷ് ഒന്നും പറയുന്നില്ല. കാര്യം മനസ്സിലായി പഠിക്കുക, എന്നിട്ട് സ്റ്റഡി നോട്ട് വായിക്കുക. കാര്യം മനസ്സിലായി പഠിച്ചിട്ട് സ്റ്റഡി നോട്ട് വായിച്ചു കഴിഞ്ഞാൽ അതുപോലെ കിട്ടും കേട്ടോ. എല്ലാം ഇംഗ്ലീഷ് കാണാൻ പഠിക്കാൻ നിൽക്കരുത്. കാര്യം എന്ത് പറയുന്നോ അതെല്ലാം മനസ്സിലാക്കി പഠിക്കുക, ശേഷം നോട്ട് വായിക്കുക. ഉറപ്പായിട്ടും എന്താണ്, ഒരു വിജയം വേണം. റാങ്കോട് കൂടി കാണാൻ വരണം. ഇതുവരെ
ഒന്നുമില്ല.